വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഈ മാസം നടക്കുന്ന ദേവസ്വം ബോർഡ് LD ക്ലർക്ക് എക്സാമിൻ്റെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസോ ആൻസേഴ്സോ ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവൻ കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇതിലെ മാത്സും ഇംഗ്ലീഷും ഇപ്പോൾ പറയുന്നില്ല, കാരണം മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും പ്രീവിയസ് ഇയറിലെയും റീസെൻ്റ്ലി നടക്കുന്ന എക്സാമിൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോസ് ചാനലിലുണ്ട്. എല്ലാവരും അത് പോയി കണ്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ലോകസഭാ സ്പീക്കറായി സേവനമനുഷ്ഠിക്കവേ മരണമടഞ്ഞ ആദ്യ വ്യക്തി. ഓപ്ഷൻ സി GMC ബാലയോഗി. ലോകസഭാ സ്പീക്കറായി സേവനമനുഷ്ഠിക്കെ മരണമടഞ്ഞ ആദ്യ വ്യക്തി GMC ബാലയോഗിയാണ്. അന്തർ സംസ്ഥാന കൗൺസിലിൻ്റെ രൂപീകരണത്തെയും പ്രവർത്തനങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ്. ഓപ്ഷൻ ബി 263 വകുപ്പ്. അന്തർ സംസ്ഥാന കൗൺസിലിൻ്റെ രൂപീകരണത്തെയും പ്രവർത്തനങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് 263 വകുപ്പ്. അപരാഹനം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ ഡി ONV. അപരാഹനം ആരുടെ കൃതിയാണ്? ONVയുടെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. ഇതൊരു ഇച്ചിരി ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്, 2019 അപ്പോൾ ഇവിടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ നിലവിൽ V രാമസുബ്രഹ്മണ്യനാണ്. ഓർത്തു വെച്ചോണം, നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ V രാമസുബ്രഹ്മണ്യൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല. ഓപ്ഷൻ ഡി വയനാട്. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ. ഓപ്ഷൻ എ മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ മീനമാസത്തിലെ സൂര്യൻ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി പുന്നപ്ര വയലാർ സമരം. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ സി അരുണാചൽ പ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം. ഓപ്ഷൻ എ 2010. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം 2010. ഐക്യരാഷ്ട്ര സംഘടനയിലെ US അംബാസഡർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ഇന്ത്യൻ വംശജ. ഓപ്ഷൻ ഡി നിക്കി ഹാലി. ഐക്യരാഷ്ട്ര സംഘടനയിലെ US അംബാസഡർ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ഇന്ത്യൻ വംശജ നിക്കി ഹാലി. വിവരാവകാശം ബാധകമല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം. ഇവിടെ ഓപ്ഷൻ സി ജമ്മു കാശ്മീരാണ്. പക്ഷേ ജമ്മു കാശ്മീർ ഇപ്പോൾ ഒരു സംസ്ഥാനമല്ല, ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് കേട്ടോ. അപ്പോൾ ഈ 42ാമത്തെ ചോദ്യം ഇപ്പം അത്ര വാലിഡ് അല്ല കേട്ടോ, കാരണം ജമ്മു കാശ്മീർ ഇപ്പോൾ ഒരു കേന്ദ്രഭരണ പ്രദേശമാണല്ലോ. ഓസോൺ സുഷിരം ഉണ്ടാകാൻ കാരണമാകുന്ന രാസസംയുക്തം. ഓപ്ഷൻ ഡി ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഓസോൺ സുഷിരം ഉണ്ടാകാൻ കാരണമാകുന്ന രാസസംയുക്തം ക്ലോറോ ഫ്ലൂറോ കാർബൺ. കീമോതെറാപ്പിയുടെ പിതാവ്. ഓപ്ഷൻ സി പോൾ എർലിക്ക്. കീമോതെറാപ്പിയുടെ പിതാവ് പോൾ എർലിക്ക്. കരിന്തണ്ടൻ താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ താമരശ്ശേരി ചുരം. കരിന്തണ്ടൻ താഴെ സൂചിപ്പിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താമരശ്ശേരി ചുരം.
ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പ്രസിഡന്റിന് ലോകസഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ സമുദായങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാൻ അധികാരം നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ എ 331 വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പ്രസിഡന്റിന് ലോകസഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ സമുദായങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാൻ അധികാരം നൽകിയിരിക്കുന്നത്? 331 വകുപ്പ്. ഇപ്പം അങ്ങനെ ഒരു വകുപ്പ് നിലവിലില്ല കേട്ടോ. ഇപ്പം അത് ആ വകുപ്പ് എടുത്ത് മാറ്റിയായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു വകുപ്പ് നിലവിലില്ല. പക്ഷെ അത് പണ്ടുണ്ടായിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പ്രസിഡന്റിന് ലോകസഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ സമുദായങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാൻ അധികാരം നൽകിയിരിക്കുന്നത്? 331 വകുപ്പ്. തോമസ് മുള്ളർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ഫുട്ബോൾ. തോമസ് മുള്ളർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. 2010 മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ കുട്ടിസ്രാങ്ക് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഓപ്ഷൻ എ ഷാജി എൻ കരുൺ. 2010 മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ കുട്ടിസ്രാങ്ക് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഷാജി എൻ കരുൺ. ലോക തപാൽ ദിനം? ഓപ്ഷൻ ഡി ഒക്ടോബർ 9. ലോക തപാൽ ദിനം ഒക്ടോബർ 9. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. (2018) സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ ഡി പോൾ റോമർ, വില്യം നോർദോസ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2025 നോബൽ പ്രൈസാണ് പഠിക്കേണ്ടത്. 2025, 2024, 2022 മുതൽ 2025 വരെ പറ്റുന്നവർ പഠിക്കുക. ഇനി അത്രയും പഠിച്ചാൽ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ 2024, 2025 നോബൽ പുരസ്കാരങ്ങൾ പഠിക്കുക. അതിൻ്റെയൊക്കെ 2025 നോബൽ പുരസ്കാരത്തിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും അത് പോയി കണ്ട് പഠിക്കണം കേട്ടോ. നോബൽ പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ 2024, 2025 നോബൽ പുരസ്കാരങ്ങൾ പഠിക്കുക. 10th മെയിൻസ് എക്സാമിനൊക്കെ 2024, 2025 കൂടുതലായിട്ട് ചോദിക്കുന്നത്. പിന്നെ +2 ലെവൽ, ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ ഇപ്പോൾ 2022 മുതൽ 2025 വരെ പഠിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെക്കൊണ്ട് മാക്സിമം എല്ലാവരും 2022 മുതൽ 2025 വരെയുള്ള നോബൽ പുരസ്കാരം പഠിക്കാൻ ശ്രമിക്കുക. അത്രയും പഠിച്ചാൽ ഓർത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർ 2024, 2025 പഠിക്കുക. ഓക്കെ. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഓപ്ഷൻ സി സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഓൾ ഇന്ത്യ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം? ഇതും ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഒരു കുതിരശക്തി എത്ര വാട്ട്സിന് തുല്യമാണ്? ഓപ്ഷൻ ഡി 746. ഒരു കുതിരശക്തി എത്ര വാട്ട്സിന് തുല്യമാണ്? 746. ഷാഡോ ലൈൻസ് എന്ന നോവൽ രചിച്ചത്? ഓപ്ഷൻ സി അമിതാവ് ഘോഷ്. ഷാഡോ ലൈൻസ് എന്ന നോവൽ രചിച്ചത് അമിതാവ് ഘോഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം? ഓപ്ഷൻ എ ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം. താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്ത വ്യക്തി ആര്? ഓപ്ഷൻ എ രാമൻ നമ്പി. താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്ത വ്യക്തി രാമൻ നമ്പി. താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമുള്ള വ്യക്തികളാണ് കുഞ്ഞാപ്പി ഗോവിന്ദപ്പണിക്കർ, ബാഹുലയൻ. അതൊന്ന് ഓർത്ത് വെച്ചോണേ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമുള്ള വ്യക്തികൾ കുഞ്ഞാപ്പി ഗോവിന്ദപ്പണിക്കർ, ബാഹുലയൻ. 1908 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും 1925 ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായി തീർന്ന ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ഡി ഏണസ്റ്റ് റൂദർഫോർഡ്. 1908 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും 1925 ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായി തീർന്ന ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡ്. മയിലിൻ്റെ ശാസ്ത്രനാമം? ഓപ്ഷൻ സി പാവോ ക്രിസ്റ്റാറ്റസ്. മയിലിൻ്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ്. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം? ഓപ്ഷൻ എ ഹൈഡ്രജൻ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ.
രഹസ്യരേഖകൾ ചോർത്തുന്നതിലൂടെ ലോകശ്രദ്ധ നേടിയ വെബ്സൈറ്റായ വിക്കിലീക്സ് സ്ഥാപിച്ചത്? ഓപ്ഷൻ സി ജൂലിയൻ അസാഞ്ച്. രഹസ്യരേഖകൾ ചോർത്തുന്നതിലൂടെ ലോകശ്രദ്ധ നേടിയ വെബ്സൈറ്റായ വിക്കിലീക്സ് സ്ഥാപിച്ചത് ജൂലിയൻ അസാഞ്ച്. ടങ്സ്റ്റൺ ഉരുകുന്ന ഊഷ്മാവ്? ഓപ്ഷൻ ഡി 3422 ഡിഗ്രി സെൽഷ്യസ്. ടങ്സ്റ്റൺ ഉരുകുന്ന ഊഷ്മാവ് 3422 ഡിഗ്രി സെൽഷ്യസ്. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ യോജന എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത്? മൂന്നാം പഞ്ചവത്സര പദ്ധതി. കവിതിലകം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. കവിതിലകം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കറുപ്പൻ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വരികൾ പ്രതിപാദിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി? ഓപ്ഷൻ ഡി ജാതി മീമാംസ. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന വരികൾ പ്രതിപാദിക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ജാതി മീമാംസ. താഴെ പറയുന്നവയിൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏത്? ഓപ്ഷൻ എ ബുധൻ. താഴെ പറയുന്നവയിൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ബുധൻ. നരേന്ദ്രമോദി സർക്കാരിൻ്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികളുടെ ഭാഗമായി നോട്ട് നിരോധനം നടപ്പിലാക്കിയത് എന്ന്? ഓപ്ഷൻ സി 2016 നവംബർ 8. നരേന്ദ്രമോദി സർക്കാരിൻ്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികളുടെ ഭാഗമായി നോട്ട് നിരോധനം നടപ്പിലാക്കിയത് എന്നാണ് 2016 നവംബർ 8. ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സൗരോർജ്ജ ബോട്ടിൻ്റെ പേര്? ഓപ്ഷൻ എ ആദിത്യ. ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സൗരോർജ്ജ ബോട്ടിൻ്റെ പേര് ആദിത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം? ഓപ്ഷൻ ബി ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം ചണ്ഡീഗഡ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത രേഖപ്പെടുത്തിയത്? ഓപ്ഷൻ സി ബീഹാർ. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത രേഖപ്പെടുത്തിയത് ബീഹാർ. ഇനി 71 മുതൽ 80 വരെയുള്ള ചോദ്യങ്ങൾ മലയാളം വ്യാകരണത്തിൽ നിന്നാണ്. മലയാളം വ്യാകരണത്തിൻ്റെ പ്രീവിയസ് ഇയറിലും റീസെൻ്റ്ലി നടക്കുന്ന എക്സാമിൻ്റെയും ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോസ് ചാനലിലുണ്ട്. എല്ലാവരും അത് പോയി കണ്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാവേ. കുറ്റം പറയുക എന്ന പ്രയോഗത്തിന് പകരമായ ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ ബി പഴിക്കുക. കുറ്റം പറയുക എന്ന പ്രയോഗത്തിന് പകരമായ ഒറ്റപ്പദം പഴിക്കുക. ഇടവം പ്ലസ് പാതി എങ്ങനെ ചേർത്തെഴുതാം? ഓപ്ഷൻ സി ഇടവപ്പാതി. ഇടവം പ്ലസ് പാതി എങ്ങനെ ചേർത്തെഴുതാം? ഇടവപ്പാതി. ഒരേ പദത്തിന് ഒന്നിലധികം അർത്ഥം വന്നാൽ പറയുന്ന പേര്? ഓപ്ഷൻ സി നാനാർത്ഥം. ഒരേ പദത്തിന് ഒന്നിലധികം അർത്ഥം വന്നാൽ പറയുന്ന പേര് നാനാർത്ഥം. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ ബി വല്ലപ്പോഴും. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം വല്ലപ്പോഴും. കയ്യ് കാല് എന്നീ പദങ്ങളെ സമാസിച്ചാൽ ലഭിക്കുന്ന രൂപം? ഓപ്ഷൻ സി കൈകാലുകൾ. കയ്യ് കാല് എന്നീ പദങ്ങളെ സമാസിച്ചാൽ ലഭിക്കുന്ന രൂപം കൈകാലുകൾ. ഈ ചിഹ്നത്തിന് മലയാളത്തിൽ പറയുന്ന പേര്? ഓപ്ഷൻ ഡി ആശ്ചര്യ ചിഹ്നം. ഈ തന്നിരിക്കുന്ന ഈ ചിഹ്നത്തിന് മലയാളത്തിൽ പറയുന്ന പേരെന്താണ്? ആശ്ചര്യ ചിഹ്നം. തോമസും സെബാസ്റ്റ്യനും നടക്കുകയും ചെയ്തു. ഈ വാക്യത്തിൽ വ്യാകരണ തെറ്റുണ്ടോ? ഉണ്ടെങ്കിൽ ഏതു ഭാഗത്താണ്? ഓപ്ഷൻ സി നടക്കുകയും ചെയ്തു. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. തോമസും സെബാസ്റ്റ്യനും നടക്കുകയും ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ തോമസും സെബാസ്റ്റ്യനും നടന്നു എന്ന് വേണേൽ പറയാം അല്ലേ? തോമസും സെബാസ്റ്റ്യനും നടന്നു എന്ന് വേണേൽ പറയാം. നടക്കുകയും ചെയ്തു അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അപ്പം അത് വ്യാകരണത്തിൽ തെറ്റുണ്ട് കേട്ടോ. ഓപ്ഷൻ സി ആണ് തെറ്റ്. അടുത്തത് മുതലക്കണ്ണീർ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ ബി തീരെ ദുഃഖമില്ലാതെ ദുഃഖം അഭിനയിക്കുക. മുതലക്കണ്ണീർ എന്ന പ്രയോഗത്തിനർത്ഥം തീരെ ദുഃഖമില്ലാതെ ദുഃഖം അഭിനയിക്കുക. മരത്തിൽ എന്ന വാക്കിൽ കാണുന്ന വിഭക്തി ഏതാണ്? ഓപ്ഷൻ സി ആധാരിക. മരത്തിൽ എന്ന വാക്കിൽ കാണുന്ന വിഭക്തി ഏതാണ്? ആധാരിക.
താഴെ പറയുന്നവയിൽ ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ വിമ്മിട്ടം. ശരിയായ പദം വിമ്മിട്ടമാണ്. വിമ്മിട്ടം എന്നാണ് പറയുന്നത്, വിമ്മിട്ടം. ഇനി 81 മുതൽ 100 വരെയുള്ള 20 ചോദ്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്നുള്ളതാണ്. ഉത്സവത്തോടനുബന്ധിച്ച് ഏഴര പൊന്നാനയെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രം ഏത്? ഓപ്ഷൻ സി ഏറ്റുമാനൂർ. ഉത്സവത്തോടനുബന്ധിച്ച് ഏഴര പൊന്നാനയെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രം ഏതാണ്? ഏറ്റുമാനൂർ. രാമനാട്ടത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ ബി കൊട്ടാരക്കര തമ്പുരാൻ. രാമനാട്ടത്തിൻ്റെ രചയിതാവ് കൊട്ടാരക്കര തമ്പുരാൻ. ഭഗവതി ക്ഷേത്രത്തിലെ രൂപക്കളങ്ങൾക്ക് എത്ര വർണ്ണങ്ങളിലുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി 5. ഭഗവതി ക്ഷേത്രത്തിലെ രൂപക്കളങ്ങൾക്ക് എത്ര വർണ്ണങ്ങളിലുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത്? 5. വേട്ടയ്ക്കൊരു മകൻ കോവിലുകളിലെ വഴിപാട്. ഓപ്ഷൻ സി നാളികേര മുടയ്ക്കൽ. വേട്ടയ്ക്കൊരു മകൻ കോവിലുകളിലെ വഴിപാട് നാളികേര മുടയ്ക്കൽ. രേവതി പട്ടത്താനത്തിൻ്റെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം. ഓപ്ഷൻ എ കോഴിക്കോട് തളിക്ഷേത്രം. രേവതി പട്ടത്താനത്തിൻ്റെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം കോഴിക്കോട് തളിക്ഷേത്രം. ഏറ്റവും കൂടുതൽ ഭക്തന്മാർ പങ്കെടുക്കുന്ന ശിവരാത്രി ആഘോഷം എവിടെ? ഓപ്ഷൻ ഡി ആലുവ. ഏറ്റവും കൂടുതൽ ഭക്തന്മാർ പങ്കെടുക്കുന്ന ശിവരാത്രി ആഘോഷം എവിടെയാണ്? ആലുവ. വള്ളംകളിയുടെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം. ഓപ്ഷൻ എ ആറന്മുള. വള്ളംകളിയുടെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം ആറന്മുള. 6 വർഷത്തിലൊരിക്കൽ മുറജപം നടക്കുന്ന ക്ഷേത്രം. ഓപ്ഷൻ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം. 6 വർഷത്തിലൊരിക്കൽ മുറജപം നടക്കുന്ന ക്ഷേത്രം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം. കാന്തല്ലൂർ ശാല പ്രവർത്തിച്ചിരുന്നതായി കരുതപ്പെടുന്ന ക്ഷേത്രം. ഓപ്ഷൻ സി വലിയശാല. കാന്തല്ലൂർ ശാല പ്രവർത്തിച്ചിരുന്നതായി കരുതപ്പെടുന്ന ക്ഷേത്രം വലിയശാല. കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രം. ഓപ്ഷൻ എ ചെട്ടിക്കുളങ്ങര. കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രം ചെട്ടിക്കുളങ്ങര. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. തിരുവാർപ്പൂഷ എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ സി തിരുവാർപ്പിലെ പായസ നിവേദ്യത്തെ. തിരുവാർപ്പൂഷ എന്നറിയപ്പെടുന്നത് തിരുവാർപ്പിലെ പായസ നിവേദ്യത്തെയാണ്. മികച്ച ചന്ദനമുട്ടികൾ എവിടെ നിന്ന് ലഭിക്കും? ഓപ്ഷൻ എ മറയൂർ. മികച്ച ചന്ദനമുട്ടികൾ എവിടെ നിന്ന് ലഭിക്കും? മറയൂർ. കുങ്കുമം പ്രസാദമായി നൽകുന്നത് ഏത് ക്ഷേത്രങ്ങളിലാണ്? ഓപ്ഷൻ എ ദുർഗാക്ഷേത്രങ്ങളിൽ. കുങ്കുമം പ്രസാദമായി ലഭിക്കുന്നത് ഏത് ക്ഷേത്രങ്ങളിൽ നിന്നാണ്? ദുർഗാക്ഷേത്രങ്ങളിൽ. കേരള സംസ്ഥാനത്തിലെ ദേവസ്വം മന്ത്രി ആരാണ്? ഇപ്പം നിലവിൽ കേരള സംസ്ഥാനത്തിലെ ദേവസ്വം മന്ത്രി VN വാസവനാണ് കേട്ടോ. VN വാസവൻ. കേരള സംസ്ഥാനത്തിലെ ദേവസ്വം മന്ത്രി ആരാണ്? VN വാസവൻ. ഇടയ്ക്ക എന്ന വാദ്യം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് എപ്പോൾ? ഓപ്ഷൻ സി സോപാന ആലാപന വേളയിൽ. ഇടയ്ക്ക എന്ന വാദ്യം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? സോപാന ആലാപന വേളയിൽ. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഓപ്ഷൻ ഡി പാൽപ്പായസം. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് പാൽപ്പായസം. പടത്തിപ്പഴം ഇഷ്ടനിവേദ്യമായ ദേവൻ. ഓപ്ഷൻ എ ശ്രീവല്ലഭൻ. പടത്തിപ്പഴം ഇഷ്ടനിവേദ്യമായ ദേവൻ ശ്രീവല്ലഭൻ. ഞെർളത്ത് രാമപൊതുവാൾ ആരായിരുന്നു? ഓപ്ഷൻ എ സോപാന ഗായകൻ. ഞെർളത്ത് രാമപൊതുവാൾ ആരായിരുന്നു? സോപാന ഗായകൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അരുവിപ്പുറം പ്രതിഷ്ഠ ആര് നടത്തി? ഓപ്ഷൻ ബി ശ്രീനാരായണ ഗുരു. അരുവിപ്പുറം പ്രതിഷ്ഠ ആര് നടത്തി? ശ്രീനാരായണ ഗുരു. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്